തിരുവനന്തപുരം വെള്ളായണിയിലെ നൃത്താധ്യാപകനായിരുന്ന മഹേഷിന്റെ മരണത്തിൽ പോലീസ് നടപടിയിൽ തൃപ്തരല്ലെന്ന് കുടുംബം പറയുന്നു. മൊഴിയെടുക്കാൻ പോലും പോലീസ് ഇനിയും തയ്യാറായിട്ടില്ലെന്ന് മഹേഷിന്റെ സഹോദരി. നാളെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയാണ്. ഇനിയിപ്പം ഞാൻ എന്തായാലും കമ്മീഷൻ ഓഫീസിലും കൊണ്ടുവന്ന് കൊടുക്കും, മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കും. ഇപ്പം നമ്മുടെ വാർഡ് മെമ്പർ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇന്നും നാളായിട്ട് ഇത്തിരി സ്ലോയിൽ നിൽക്കുന്നത്. വാർഡ് മെമ്പർ ഇപ്പം ഇവിടെ കോഴിക്കോട് വരെ പോയിരിക്കുകയാണ്. അപ്പം നാളെ വൈകിട്ട് എത്തും. പുള്ളിക്കാരി വന്നോടനെ പുള്ളിക്കാരിയും കൊണ്ട് തന്നെ കമ്മീഷൻ ഓഫീസിലും പോവും, നേരിട്ട് മുഖ്യമന്ത്രിക്കും കൊടുക്കും. സ്റ്റേഷനിൽ ചെല്ലുമ്പോഴെല്ലാം ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, മൊഴി എടുക്കുന്നുണ്ടെന്നൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ റിപ്പോർട്ട് തന്നപ്പോൾ പറഞ്ഞ ആ ഒരു ഇത് വെച്ചിട്ട് എനിക്കത്ര തൃപ്തികരമല്ല. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, പറയൂ വിശദാംശങ്ങൾ. ഉമേഷ് ആണല്ലോ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന് പറയൂ. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടത്. ഈ വാർത്ത പുറത്തുവിട്ട് 24 മണിക്കൂർ പൂർത്തിയാകുമ്പോഴും ഇതുവരെ കുടുംബത്തിനെ മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ നേരത്തെ, അതായത് മഹേഷ് മരിക്കുന്ന കഴിഞ്ഞ മാസം 12-ാം തീയതി, അതിനുശേഷം 13-ാം തീയതി 3 പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി ഇവരുടെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോഴും മൊഴിയെടുക്കാൻ തയ്യാറായിട്ടില്ല. ഇവർ ഈ മഹേഷിനെ മർദ്ദിക്കുന്നത് നേരിട്ട് കണ്ടു എന്ന് അച്ഛനും അമ്മയും സഹോദരിയും നിരന്തരമായി പറഞ്ഞിട്ടും അതിന് പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതി. അതേസമയം പോലീസ് പറയുന്നത് ആശുപത്രിയിലെത്തി തെളിവുകൾ ശേഖരിക്കുകയും ആശുപത്രിയിൽ ഡോക്ടർമാരുടെ മൊഴിയെടുക്കാനുമുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നുണ്ട് എന്നാണ്. എന്തായാലും പോലീസ് നടപടിയിൽ തൃപ്തിയല്ലാത്തത് കൊണ്ട് തന്നെ നാളെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകും. ഈ കുടുംബം ഒരു സാധാരണ കുടുംബമാണ്. പ്രായമായ അമ്മയും അച്ഛനുമാണ്. ഏക സഹോദരി ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പരസഹായം കൂടി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് നാളെ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത്. വാർഡ് മെമ്പർ കൂടെ വരാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ഇവർ പരാതിയുമായി മുന്നോട്ട് പോകും. സാധാരണ ഇത്തരമൊരു കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ ആ ദുരൂഹത വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷേ ആ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു സ്വാഭാവിക മരണം എന്ന നിലയിൽ മാത്രമാണ്. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.